قولي فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും. എല്ലാവരും ഇതുവരെ പഠിപ്പിച്ച എല്ലാം തറവായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 3-4 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. വൊക്കാബുലറി, റൂൾസ്, മുബ്തദ, ഖബർ, ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തു, എക്സസൈസസ് ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞോ? ഇതുവരെ ഉള്ളത് കുറെ പേരുടെ നോട്ട്സ് എല്ലാം കാണുന്നുണ്ട്. ബ്യൂട്ടിഫുൾ, അൽഹംദുലില്ലാ. എഫേർട്ട് ഇടുന്നുണ്ട് കുറെ പേരെങ്കിലും, അൽഹംദുലില്ലാ. അപ്പോഴത്തെ അപ്പപ്പ പഠിച്ചു പോയില്ലെങ്കിൽ മുമ്പോട്ട് പോകും തോറും നിങ്ങൾക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് 1-2 ദിവസം അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ പിന്നെ നമ്മളത് എടുക്കുമ്പോൾ കുറെ ഉണ്ടെന്ന് തോന്നും. അപ്പൊ ആ കുറെ നമ്മൾ കഷ്ടപ്പെട്ട് പിന്നെ പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ എങ്ങും എത്തൂല. അപ്പൊ നമ്മളൊന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കാൻ നമ്മളൊന്നും ഇങ്ങനെ തളർന്നിരിക്കും. അപ്പൊ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. പിന്നെ ഇനി അത് എടുക്കണ്ടേന്ന് ആലോചിക്കും. പക്ഷെ ഇത് കുറെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളൊന്ന് ഡീമോട്ടിവേറ്റഡ് ആയി. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഒന്നുകൂടെ മടി പിടിച്ച് നിങ്ങൾ ഇട്ടിട്ട് പോകും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ നോട്ട്സും എല്ലാം കൃത്യമായിരിക്കണം. അന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നോട്ട്സ് എഴുതിക്കൊള്ളണം. ഡെയിലി നോട്ട്സും റൂൾസും വൊക്കാബുലറിയും റിവൈസ് ചെയ്യണം എന്നെല്ലാം പറയണത്. ഓക്കെ, അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മുബ്തദ ഖബറിന്റെ കണ്ടീഷൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. മുബ്തദ 2 ടൈപ്പ് സെന്റൻസസ് ഉണ്ട് അറബിക്കില്. ജുംല ഇസ്മിയ ഉണ്ട്, ജുംല ഫീലിയ ഉണ്ട്. ജുംല ഇസ്മിയ എന്ന് പറയുന്നത് നൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ് ജുംല ഇസ്മിയ. ആൻഡ് ജുംല ഫീലിയ ഫീൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ്. പക്ഷെ നമ്മളിപ്പോ ജുംല ഫീലിയ പഠിക്കുന്നില്ല. ജുംല ഇസ്മിയ മാത്രമാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ജുംല ഇസ്മിയയിലെ 2 മെയിൻ ഇമ്പോർട്ടന്റ് ഭാഗമാണ് മുബ്തദയും ഖബറും. മുബ്തദ എന്ന് പറയുന്നത് ജുംല ഇസ്മിയയിലെ ആദ്യം വരുന്ന നൗണിനാണ് മുബ്തദ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എ സബ്ജക്ട്. ആൻഡ് ആ മുബ്തദയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ ന്യൂസ് ആണ് ഖബർ എന്ന് പറയുന്നത്. വിച്ച് കംസ് ആഫ്റ്റർ മുബ്തദ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും വരും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സെന്റൻസിലെല്ലാം ഇറ്റ് ഇസ് ആഫ്റ്റർ മുബ്തദ തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീടൊക്കെ അത് മാറിയൊക്കെ വരും. ഓൾറൈറ്റ്. പിന്നെ മുബ്തദ ഖബർ എന്നതിന് കുറച്ച് ഒരു സെന്റൻസ് ജുംല ഇസ്മിയ നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോ അത് മുബ്തദയാണോ ഖബറൊക്കെ എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതിന് മുബ്തദയ്ക്കും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഖബറിനും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മുബ്തദയുടെ കണ്ടീഷൻസ് ഏറ്റവും ആദ്യം ഇറ്റ് ഇസ് ഓൾവേസ് മർഫു. മർഫു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദമ്മ ആയിരിക്കും. മുബ്തദ ഇസ് ഓൾവേസ് ദമ്മ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇറ്റ് ഇസ് മഅരിഫ ആയിരിക്കും. മഅരിഫ എന്ന് പറയുമ്പോൾ ഡെഫിനിറ്റ് ആയിരിക്കും. ഇറ്റ്സ് ഓൾവേസ് ഡെഫിനിറ്റ്. മൂന്നാമത് വരുന്നത് ഇറ്റ് കംസ് ഫസ്റ്റ് ഇൻ ദ സെന്റൻസ്. മുബ്തദ ഓൾവേസ് കംസ് ഫസ്റ്റ് ഇൻ ദ സെന്റൻസ്. പിന്നെ ഖബറിന്റെ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഓൾവേസ് മർഫു, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഓൾവേസ് ദമ്മ. സെക്കൻഡ് കണ്ടീഷൻ ഇറ്റ് ഇസ് മോസ്റ്റ്ലി നക്കിറ എന്ന് വെച്ചാൽ ഇൻഡെഫിനിറ്റ് ആയിരിക്കും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇറ്റ് ക്യാൻ കം സെക്കൻഡ് ഓർ ഇറ്റ് ക്യാൻ കം ലേറ്റർ. പിന്നെ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ ന്യൂസ് അബൌട്ട് ദ മുബ്തദ. ഇത്രയും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരികയാണ്. അൽ ബാബു മഫ്തൂഹുൻ. മുബ്തദ അൽ ബാബു, അതിലെ കണ്ടീഷൻസ് നോക്കുമ്പോ അത് മർഫു ആണ്, അത് മാരിഫയാണ്, അത് കംസ് ഫസ്റ്റ് ഇൻ ദ സെന്റൻസ്. സോ അൽ ബാബു ഇസ് മുബ്തദ. മഫ്തൂഹുൻ മർഫു ആണ്, ആൻഡ് ഇറ്റ് ഇസ് നക്കിറ, ആൻഡ് ഇറ്റ് ഇസ് സെക്കൻഡ്, ഇറ്റ് കംസ് ആഫ്റ്റർ ദ മുബ്തദ, ആൻഡ് ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ മുബ്തദ. എന്നുവെച്ചാൽ ബാബ്, ദ ഡോർ, ഡോറ് ഇസ് ഓപ്പൺ. അപ്പൊ ഡോറിനെ കുറിച്ചിട്ടാണ് ഈ ഖബർ സംസാരിക്കുന്നത്. സോ മഫ്തൂഹുൻ ഇസ് എ ഖബർ. അപ്പൊ അൽ ബാബു മഫ്തൂഹുൻ എന്ന് പറയുന്നത് ഒരു ജുംല ഇസ്മിയാണ്. അൽ ബാബു എന്ന് പറയുന്നത് മുബ്തദയും മഫ്തൂഹുൻ എന്ന് പറയുന്നത് ഖബറാണ്. ഇനിയുള്ളതെല്ലാം അങ്ങനത്തെ സെന്റൻസസ് ആണ്. അൽ വലതു ജാലിസുൻ, ദ ബോയ് ഈസ് സിറ്റിംഗ്. അൽ വലതു എന്ന് പറയുന്നത് മർഫു ആണ്, ദമ്മയാണ്, അത് മാരിഫയാണ്, ആൻഡ് ഇറ്റ് ഇസ് ഫസ്റ്റ് ഇൻ ദ സെന്റൻസ്, സോ ഇറ്റ് ഇസ് മുബ്തദ. ജാലിസൻ എന്ന് പറയുന്നത് മർഫു ആണ്, ഇറ്റ് ഇസ് നക്കീറയാണ്, ആൻഡ് ഇറ്റ് കംസ് സെക്കൻഡ് ആഫ്റ്റർ ദ മുബ്തദ, ആൻഡ് ഇറ്റ് ഇസ് എ ന്യൂസ് അബൌട്ട് അൽ വലതു. അൽ വലതു ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോ ഇറ്റ് ഇസ് എ ഖബർ. അപ്പൊ അൽ വലതു ജാലിസൻ മുബ്തദ ഖബറാണ്. ഇറ്റ് ഇസ് എ ജുംല ഇസ്മിയ. വ എന്ന് പറയുന്നത് ആൻഡ്, ഇറ്റ് ഇസ് അതഫ്
connecting particle ആണ്. And al-mudarrisu waqifun. And the teacher is standing. Al-mudarrisu mubtada, waqifun is a khabar. Al-kitabu jadidun wal qalamu qadimun. The book is new and the pen is old. Al-kitabu mubtada, jadidun is a khabar. Wa is ataf. Al-qalamu is a mubtada, qadimun is a khabar. Al-kursiyu maksurun. The chair is broken. And al-kursiyu is the mubtada and maksurun is a khabar. Al-ma'u baridun. The water is cold. Al-ma'u mubtada, baridun is a khabar. Al-baytu qareebun wal masjidu ba'idun. The house is close. Qareebun or not close. Wal masjidu, and wow. Masjidu, the masjid is ba'id. Ba'id or not far. Al-baytu is mubtada, qareebun is khabar. Wa ataf, al-masjidu is the mubtada and ba'idun is the khabar. Al-labanu harun. The milk is hot. Al-labanu is mubtada, harun is khabar. Al-himaru sagirun wal hisanu kabirun. The donkey, kalida, sagir, small. The donkey is small. Wa and harfataf. Hisan, kudira, is kabir, big. Al-himaru mubtada, sagirun is khabar. Wa is ataf. Al-hisanu is a horse. Kabirun is a al-hisanu is a mubtada and kabirun is a khabar. Al-mindilu wasihun. The kerchief is dirty. Mindilu is mubtada, wasihun is a khabar. Al-kamaru jamilun. The moon is beautiful. Al-kamaru mubtada, jamilun is khabar. Al-hajaru thaqilun wal waraku khafifun. Hajar is a stone. Stone is heavy and wow is and waraku is paper. Khafifun is light, weight illa. Al-hajaru is a mubtada, thaqilun is khabar. Wa is ataf. Waraku is mubtada, khafifun is khabar. Al-qamisu nadifun. The shirt is clean. Al-qamisu mubtada, nadifun is a khabar. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുബ്തദ ഖബറും നക്കീറ മാരിഫ meaning vocabulary anywhere any issue let me know. Okay, vocabularyക്ക് നിങ്ങൾക്ക് ഒരു ബുക്ക് തന്നിട്ടുണ്ട്. ജദീദുൻ എന്ന് പറഞ്ഞാൽ ന്യൂ, ഖദീമുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ്, മക്സൂറുൻ എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ, കുർസിയുൻ എന്ന് പറഞ്ഞാൽ ചെയർ, മാഉ ഇസ് വാട്ടർ, ബാരിദുൻ എന്ന് പറഞ്ഞാൽ കോൾഡ്, ബൈതു ഹൗസ്, കരീബുൻ ക്ലോസ്, മസ്ജിദ്, ബഈദുൻ ഇസ് ഫാർ, ലബൻ ഇസ് മിൽക്ക്, ഹാറുൻ ഇസ് ഹോട്ട്, ഖമീസു ഇസ് ഷർട്ട്, നദീഫുൻ ഇസ് ക്ലീൻ, ഹജറു സ്റ്റോൺ, thaqil heavy, waraku is paper, khafif is light, Kamar moon, Jamil beautiful, Mindil kerchief, Wasehun is dirty, Himar is donkey, Sahir is small, his Karib means adutadu, near, yes, Hisan Kudira, Kabir is big. ഇനി ഇതിലൊന്നുമില്ല, അല്ലിടാതെയും അല്ലിട്ടിട്ടുമാണ് ഇതെന്ന്. അപ്പൊ അല്ല് വരുമ്പോ തൻവീൻ ഡ്രോപ്പ് ആവും. അല്ല് വരുമ്പോ തൻവീൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലും തൻവീനും തമ്മിൽ ചേരില്ല. അപ്പൊ ഇവിടെ മസ്ജിദു ഇല്ല, അല്ലില്ല. അപ്പൊ മസ്ജിദുൻ ആഫ്റ്റർ വാവ്, നോ, ആഫ്റ്റർ വാവ് ഓൾവേസ് നെക്സ്റ്റ് ബി മുത്തതാന്നില്ല. വാവ് എന്ന് പറയുന്നത് കണക്ടിങ് പാർട്ടിക്കിൾ ആണ്. രണ്ട് നൗൺസിനെ തമ്മിൽ കണക്ട് ചെയ്യാം, ഒരു സിംഗിൾ രണ്ട് വാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് സെന്റൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും വാവിന് യൂസ് ചെയ്യാം. ഒരു കണക്ട് ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ മസ്ജിദുൻ, അൽ മസ്ജിദു, അൽ മാഉ മാഉൻ, അൽ ബൈതു ബാബുൻ, കലമുൻ, അൽ കലമു, അൽ കൽബു കൽബുൻ, ഖമീസുൻ. ഇതെല്ലാം ഉൻ വരുന്നത് അല്ലില്ലാത്തതിനാണ്. അല്ല് വന്നു കഴിയുമ്പോ ഉൻ പോയിട്ട് ഊന്നാവും. സൗണ്ട് ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരാൾക്ക് പ്രോബ്ലം പറയണു. ഇനി ഇത്
ഇത് ജസ്റ്റ് അഗൈൻ സെന്റൻസസ് ആണ്, റീഡ് ആൻഡ് റൈറ്റ് മാത്രമേ ഉള്ളൂ. അൽ മക്തബു മക്സൂറുൻ, the table is broken. al maktadu mubtada, maksurun is khabar. al mudarrisu jadidun, the teacher is new. al mudarrisu, ഇത് നിങ്ങൾ ഹറക്ക ഇടണം. എന്ന് വെച്ചാൽ ദമ്മ ഫത്ത കസറയാണോ തൻവീനാണോ എന്നുള്ളത് ഈ വാക്കുകൾ നിങ്ങൾ ഇടണം. ഇതൊന്നും തന്നിട്ടില്ല. the teacher is new. al mudarrisu mubtada, jadidun is khabar. al kamisu wasihun, the shirt is dirty. al kamisu mubtada, wasihun is khabar. al-labanu baridun, the milk is cold. al-labanu mubtada, baridun is khabar. ഇതൊക്കെ നിങ്ങൾ അറിയാവുന്നതാണ്. മസ്ജിദ് മഫ്തൂഹുൻ ഹജറുൻ al-labanu baridun, ഇതൊക്കെ നിങ്ങൾ പഠിച്ചാണ്. അൽ ഇമാം ഇത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. ഈദുൻ അൽമിന്ദുൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേട്ടോ, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതാ. ഇനി ഇത് കുറെ വാക്കുകളാണ്. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ജമീലുൻ ബ്യൂട്ടിഫുൾ, വസിഹുൻ ഡർട്ടി, മഫ്തൂഹുൻ ഓപ്പൺ, ഹാറുൻ ഇസ് ഹോട്ട്, സക്കീലുൻ ഹെവി, ഹഫീഫുൻ ലൈറ്റ്. അൽ ഹജറു, ദ കല്ല് സ്റ്റോണ്, ഇതിൽ ഏതായിട്ട് വരും? കല്ല് ഈ വൊക്കാബുലറിയിൽ 5-6 ഉണ്ട്. ഇതിൽ ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. അൽ ഹജറു, സക്കീലുൻ, യെസ് കറക്റ്റ്, സക്കീലുൻ. സ്റ്റോൺ ഹെവി ആണെന്ന്. ഇനി നോക്കിയ അൽ വറക്കു, വേണ്ട ഇത് വെക്ക. അൽ ലബനു, അൽ ലബനു എന്താ? അൽ ലബനു, ലബനു എന്ന് പറഞ്ഞാൽ പാലാണ്. ദ പാൽ ഈസ് വാട്ട്? ഇതിൽ ഏത് ചൂസ് ചെയ്യാം? ഹാറുൻ, ഹോട്ട്, യെസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതിൽ ചൂസ് ചെയ്ത് എഴുതിയാൽ മതി അതിൽ കേട്ടോ. ഓക്കെ, ഇനി ഇതില് ഇത് നമ്മള് മുക്തത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഖബർ ഓൾറെഡി തന്നിട്ടുണ്ട്. നദീഫുൻ, നദീഫുൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ. അപ്പൊ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് കമീസ് ആണ്. അപ്പൊ അൽ കമീസു നദീഫുൻ. പിന്നെ ബഈദുൻ, ഫാർ. അൽ ബൈത്തു ബഈദുൻ, ദ ഹൗസ് ഇസ് ഫാർ. ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. കബീറുൻ, ഇത് അൽ ഹജറു കബീറുൻ, അല്ലെങ്കിൽ അൽ കിതാബു കബീറുൻ, എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ എഴുതുമ്പോ മുക്തതയുടെ കണ്ടീഷൻസ് പാലിച്ചിരിക്കണം. മാരിഫ ആയിരിക്കണം, റഫ ആയിരിക്കണം, മർഫു ആയിരിക്കണം. ആദ്യമാണെന്ന് അറിയാലോ, ഈ സെന്റൻസിന് ആദ്യമാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലായി? അപ്പൊ കണ്ടീഷൻസ് നോക്കിയിട്ട് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ ഫില്ലപ്പ് ചെയ്യുമ്പോൾ. ഇനി പുതിയ വാക്കുകളാണ്. അൽ കമറു എന്ന് പറയുന്നത് മൂൺ, ജദീദുൻ ഇസ് ന്യൂ, ഖദീമുൻ ഇസ് ഓൾഡ്, ഇതൊക്കെ പഠിച്ചാണ്. വസിഹുൻ ഇസ് ഡർട്ടി, നദീഫുൻ ക്ലീൻ, ഹാറുൻ ഹോട്ട്, ബാർദുൻ കോൾഡ്, സഗീറുൻ കബീറുൻ, മഫ്തൂഹുൻ മക്സൂർ, ഇതൊക്കെ പഠിച്ചതാ. ഖഫീഫുൻ ജമീലും, ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാ. ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞതാണ്. ഇനി ഇത് ഈ ഒരു സെക്ഷൻ എടുക്കുക, ഇത് സ്കിപ്പ് ചെയ്യാണ്. സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതും ഇതേപോലെ തന്നെ ഖബർ തന്നിരിക്കുകയാണ്. ഈ സെന്റൻസിൽ മുക്തത നമ്മൾ ആഡ് ചെയ്യണം. ഗനിയുൻ എന്ന് പറഞ്ഞാൽ റിച്ച്, പണക്കാരൻ. മരീദുൻ എന്ന് പറഞ്ഞാൽ സിക്ക്, സുഖമില്ലാത്ത ആള്. തൊവീലുൻ എന്ന് പറഞ്ഞാൽ ടോൾ അല്ലെങ്കിൽ ലോങ്, പൊക്കമുള്ളതോ അല്ലെങ്കിൽ നീളമുള്ളതോ. ഹുൽവിൻ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്, സ്വീറ്റ് മധുരമുള്ളത്. ലദീദുൻ എന്ന് പറയുമ്പോൾ ഡെലിഷ്യസ്, രുചികരം. ഖസീറുൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട്, പൊക്കമില്ലാത്തത്. അപ്പൊ ഗനിയുൻ റിച്ച്, മരീദുൻ സിക്ക്, തവീലുൻ ലോങ് ഓർ ടോൾ, ഹുൽവുൻ സ്വീറ്റ്, ലദീദുൻ ഇസ് ഡെലിഷ്യസ്, ഖസീറുൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട്. വൊക്കാബുലറി. അപ്പൊ ഇവിടെ നമ്മൾ മുക്തത ആഡ് ചെയ്യണം. ഗനിയുൻ റിച്ച് ആണ്, റിച്ച് ആണ്, ആരെ വേണമെങ്കിലും. അപ്പൊ ഒരു ദ മാൻ ഇസ് റിച്ച്, അർറജുലു ഗനിയുൻ, അല്ലെങ്കിൽ അത്താജിറു ഗനിയുൻ. ഇനി മരീദുൻ, അത്താലിബു മരീദുൻ, ദ സ്റ്റുഡന്റ് ഇസ് സിക്ക്. അപ്പൊ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. വൊക്കാബുലറി നിങ്ങളെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തിട്ട് ഹലോ തമാരിയിൽ ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ എന്നുള്ളത്.
കേട്ടോ. അതിനുശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അഡ്മിൻസിലോ ഗ്രൂപ്പിലോ ഇട്ടാൽ മതി. ഇനി ഇത് മാത്സ് ദ ഫോളോയിങ് ആണ്. താലിബ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ്, ദുക്കാൻ എന്ന് പറയുന്നത് കട, തുഫാഹു എന്ന് പറയുന്നത് ആപ്പിൾ, മാഉ എന്ന് പറയുന്നത് വെള്ളം, ഹജറു എന്ന് പറയുന്നത് കല്ല്, കലം എന്ന് പറയുന്നത് പേന. ലദീദുൻ എന്ന് പറഞ്ഞാൽ ഡെലിഷ്യസ്, മക്സൂറുൻ എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ, സക്കീലുൻ എന്ന് പറഞ്ഞാൽ ഹെവി, മഫ്തൂഹുൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ, മരീദുൻ സിക്ക്, ഹാറുൻ ഹോട്ട്. അപ്പൊ ഇതില് അത്താലിബു സ്റ്റുഡന്റ് ഇസ് വാട്ട്? ഇതിൽ ഏത് ചൂസ് ചെയ്യാം? ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡന്റ് ഡെലീഷ്യസ് ആവോ? ലദീദുൻ. സ്റ്റുഡന്റ് പൊട്ടിപ്പോവോ? സിക്ക്. ഓക്കെ, അപ്പൊ മരീദുൻ, അത്തുല്ലാബ് മരീദുൻ. ഓക്കെ, അത്താലിബ് മരീദുൻ, സോറി. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ചൂസ് ചെയ്താൽ മതി. മീനിങ് അറിയാമെങ്കിൽ ചൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഹുൽവുൻ സ്വീറ്റ്, മരീദുൻ സിക്ക്, ദുക്കാൻ ഷോപ്പ്, ഗനിയുൻ റിച്ച്, തവീലുൻ ഇസ് ടോൾ, ഫക്കീറുൻ എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ, കസീറുൻ എന്ന് പറഞ്ഞാൽ പൊക്കമില്ലാത്തത്, ഷോർട്ട്, തുഫാഹു എന്ന് പറയുന്നത് ആപ്പിൾ. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. സ്കിപ്പ് ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് പോവാട്ടോ. ഉണ്ടോ? ആർക്കും ഇല്ലല്ലോ. ഏതാണ്? ഹാറുൻ ചൂട്, ഹോട്ട്. ഹുൽവുൻ സ്വീറ്റ്, മധുരമുള്ളത്. ദാറ്റ് യു ഹാവ് ടു ഡു അലീന. അത് ഇനി ഇന്ന് വീട്ടിൽ ക്ലാസ് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് വൊക്കാബുലറി പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഇതാണ്. നമ്മൾ നിസ്കാരപ്പായിൽ വൊക്കാബുലറി, ഞാൻ പറഞ്ഞല്ലോ വൊക്കാബുലറിക്കും റൂൾസിനും വേറെ വേറെ ബുക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൊക്കാബുലറി ഒരു ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. ഇത് നമ്മൾ റൂൾസും സെപ്പറേറ്റ് എഴുതി വെക്കുക. ഇത് രണ്ടും നമ്മളുടെ നിസ്കരിക്കുന്ന പായയുടെ അടുത്ത് വെക്കുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ പുസ്തകം എടുക്കുക. ദിക്ർ ചൊല്ലി കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് ഈ വൊക്കാബുലറി ഒരു 20 to 30 ടൈംസ് ഈ വൊക്കാബുലറി വായിക്കുക, റൂളും വായിക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. പിന്നെ അടുത്ത നിസ്കാരത്തിൽ അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് 3 നിസ്കാരത്തിലെങ്കിലും ചെയ്താൽ മതി. ഇൻ എ വീക്ക് യു വിൽ ബി തറോ വിത്ത് ഇറ്റ്. അതേ ഉള്ളൂ, അല്ലാണ്ട് കുത്തിപ്പിടിച്ചത് പഠിക്കലൊന്നും നടക്കില്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സെക്ഷനിൽ അറബിക് വൊക്കാബുലറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് ഒന്നിന് പറയുന്നത് 3 ലെറ്റേഴ്സും ഒന്ന് സൺ ലെറ്റേഴ്സുമാണ്. അറബിക് വൊക്കാബുലറി അല്ല, സോറി, അറബിക് ആൽഫബറ്റ്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 3 ലെറ്റേഴ്സും ഒന്ന് സൺ ലെറ്റേഴ്സും. ഓക്കെ, ഇത് രണ്ടും പ്രൊണൗൺസ് ചെയ്യുന്നതിന് ചില ഡിഫറെന്റ് രീതിയിലാണ് രണ്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇത് പ്രൊണൗൺസിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ മീനിങ് ഒന്നും വ്യത്യാസം വരുന്നില്ല. ഇത് പ്രൊണൗൺസ് ചെയ്യുന്ന 3 ലെറ്റേഴ്സ് പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ അല്ല സൺ ലെറ്റേഴ്സ് പ്രൊണൗൺസ് ചെയ്യുന്നത്. അത് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഹുറൂഫു ഷംസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺ ലെറ്റേഴ്സ്. ഷംസ് എന്ന് പറഞ്ഞാൽ സൺ ആണ്. ഹുറൂഫു ഷംസിയ എന്ന് പറഞ്ഞാൽ സൺ ലെറ്റേഴ്സ്. ഹുറൂഫുൽ ഖമരിയ എന്ന് പറഞ്ഞാൽ മൂൺ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഹുറൂഫു ഷംസിയയും ഹുറൂഫു ഖമരിയയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഈ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, പഠിച്ചിരിക്കണം. പിന്നെ കുറെയൊക്കെ നമ്മൾ കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും. അപ്പൊ ഹുറൂഫുൽ ഷംസിയയുടെ ആൽഫബറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ത, സ, ദ, ദാൽ, ഇതെല്ലാം. ഇതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യണേന്നാണ്. അത്താജിറു, ഇത് നമ്മൾ അൽ താജിറു എന്ന് പറയില്ല, അത്താജിറു എന്നാണ് പറയുക. ഹുറൂഫു ഷംസിയ അങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക. അല്ലിട്ടിട്ട് ഹുറൂഫു ഷംസിയ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ അൽ താജിറു പറയില്ല, അത്താജിറു. ഇസ അസൗബു എന്ന് പറയും, അൽ സൗബു എന്ന് പറയില്ല. മീനിങ്സ് ഞാൻ പറഞ്ഞുതരാം. അദ്ദീഖു എന്ന് പറയും, അൽ ദീഖു എന്ന് പറയില്ല. അദ്ദഹബു എന്ന് പറയും, അൽ ദഹബു എന്ന് പറയില്ല. അർ റജുലു എന്ന് പറയും, അൽ റജുലു പറയില്ല. മനസ്സിലായ? അപ്പൊ ഇവിടെ എല്ലാം ലാമിന്റെ മുകളിൽ സുഗൂൻ നമ്മൾ പ്രൊണൗൺസ് ചെയ്യില്ല ഹുറൂഫു ഷംസിയയില്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹുറൂഫുൽ ഖമറിയയില് നമ്മൾ ലാമിന്റെ മുകളിൽ പ്രൊണൗൺസ് ചെയ്യും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് യെസ്, ലാം സൈലന്റ് ആയിരിക്കും. ഹുറൂഫു ഷംസിയയില് ലാം സൈലന്റ് ആയിരിക്കും, ഹുറൂഫുൽ ഖമറിയയില് ലാം ലൗഡ് ആയിരിക്കും.
അപ്പൊ ഇത് ഈ ആ എന്നുള്ളത് അൽ അബു, കണ്ട, അൽ അബു. ഇത് അൽ ബാബു, അൽ ബാബു, അൽ ജന്നത്തു, അൽ ഹിമാറു, അൽ ഹുബ്സു, അൽ ഐനു. കണ്ട, എല്ലാ ലാമിന്റെ മുകളിലും സുകൂൻ ഇട്ടിരിക്കുന്നുണ്ട. അതാണ് അതിന്റെ ഡിഫറൻസ്. ഹുറൂഫ് ഷംസിയും ഹുറൂഫ് കമറിയും പ്രൊണൗൺസ് ചെയ്യാം. ഹുറൂഫുൽ കമറിയയിൽ ലാം പ്രൊണൗൺസ് ചെയ്യില്ല. സോറി, ഹുറൂഫുൽ കമറിയയിൽ ലാം ലൗഡ് ആയിരിക്കും, ഹുറൂഫ് ഷംസിയയിൽ ലാം സൈലന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ഹുറൂഫുൽ കമറിയും ഹുറൂഫ് ഷംസിയും നമ്മൾ കാണാതെ പഠിക്കാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ക്ലിയർ ആണോ? ഇതിനെ കുറിച്ച് പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി വേറൊരു കാര്യം, ഈ കാണുന്നത് ഈ അല്ലിന്റെ ഈ അലിഫ് ഉണ്ട്. അത് പറയട്ടെ. രണ്ട് ടൈപ്പ് ഹംസ ഉണ്ട് അറബിക്. അറബിക്കില് രണ്ട് ടൈപ്പ് ഹംസ ഉണ്ട്, ഹംസത്തുൽ വസൽ ആൻഡ് ഹംസത്തുൽ ഖത്ത. ഞാൻ പറഞ്ഞു തീർന്നിട്ട് ചോദ്യം ചോദിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകും. ഹംസത്തുൽ വസൽ ആൻഡ് ഹംസത്തുൽ ഖത്ത. ഓക്കെ, ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഹംസ ഹംസത്തുൽ വസൽ, ഓക്കെ, ഹംസത്തുൽ ഖത്ത. ഹംസത്തുൽ വസലും ഹംസത്തുൽ ഖത്തയും. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇതിനെ കുറിച്ച് അധികം എക്സാമ്പിൾസ് ഇല്ല, പക്ഷെ അത് വരും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വരും. അത് കൂടുതൽ ക്ലിയർ ആയി വരും. അതുകൊണ്ട് ഇപ്പൊ മനസ്സിലാവുന്നത് മനസ്സിലായാൽ മതി, കൺഫ്യൂഷൻ വേണ്ട, ടെൻഷനും വേണ്ട. ഐ വിൽ ബി റിപ്പീറ്റിംഗ് ഇറ്റ് മെനി ടൈംസ്. സോ മെനി എക്സാമ്പിൾസ് വിൽ ബി കമ്മിങ് അഗൈൻ ആൻഡ് അഗൈൻ. സോ ചിൽ. ഓക്കെ, അപ്പൊ ഇതില് ഈ അൽ താജിറു, അസൗബു അല്ലെങ്കിൽ അൽ ബാബു, ഇവിടെയൊക്കെ ഉള്ള ഈ അല്ലിന്റെ ഫ്രണ്ടിലുള്ള അലിഫ് ഉണ്ടല്ലോ, ഈ അലിഫ് വിത്ത് ചെയ്തിട്ടിരിക്കുന്നത്, ഇതെല്ലാം ഹംസത്തുൽ വസലാണ്. ഹംസത്തുൽ വസൽ എന്ന് പറഞ്ഞാൽ കണക്ടിങ് ഹംസയാണ്, കണക്ടിങ് ഹംസ. ഓൾറൈറ്റ്. ഈ ഹംസത്തിൽ ടൈപ്പ് ടെക്സ്റ്റ് വന്നില്ലേ? സോറി, ഞാൻ ടൈപ്പ് ചെയ്തതേ ഈ എവ്രി വൺ എന്ന് പറഞ്ഞു പോവാണ്ട് ചില സമയത്ത് ചില ആൾക്കാരുടെയിലേക്ക് പോവും. ഒരു സെക്കൻഡ്, ഞാനൊന്ന് 1 സെക്കൻഡ്. ഇനി എനിക്ക് ടൈപ്പ് ചെയ്യണമല്ലോ പഠിച്ചാനെ. നോക്കട്ടെ. ഹംസത്തു ഹംസത്തുൽ വസൽ കോപ്പി പേസ്റ്റ് ചെയ്യാനൊക്കെ ഇനി സമയം എടുക്കും. ഞാൻ അതിലൊക്കെ പിടിച്ചു വരുമ്പോ ചിലപ്പോ വേറെ അതിലൊക്കെ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ വളരെ ബാഡ് ആണ് ടെക്നോളജിയിൽ, അതുകൊണ്ട് ആ റിസ്ക് ഞാൻ എടുക്കൂല. ഓക്കെ, അപ്പൊ ഇതില് ഹംസത്തുൽ വസലിനെ കുറിച്ചിട്ടാണ്. ഹംസത്തുൽ വസൽ എന്ന് പറഞ്ഞാൽ കണക്ടിങ് ഹംസയാണ്. അതിന്റെ ഒരു പ്രത്യേകത, അത് കണക്ട് ചെയ്യാണ്. രണ്ട് വാക്കുകളെ തമ്മിലോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുമ്പോഴാണ് അത് വരുന്നതും. ഇറ്റ്സ് ബേസിക്കലി കണക്ടിങ് ഹംസ എന്നാണ് നമ്മൾ അതിന് പറയാ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇത് ആദ്യം വന്നാൽ മാത്രമേ പ്രൊണൗൺസ് ചെയ്യുള്ളൂ. അത് ഇടയിൽ എവിടെയെങ്കിലും ഒരു വേർഡിന്റെ ഇടയിലോ എവിടെയെങ്കിലും ഒക്കെ ഹംസത്തുൽ വസൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പ്രൊണൗൺസ് ചെയ്യില്ല. ഹംസത്തുൽ വസൽ തുടക്കത്തിൽ മാത്രമേ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ അൽ എന്ന് പറയുന്നതില് ഇത് തുടക്കമായതുകൊണ്ട് നമ്മൾ അതിന് ഹറക്ക ഇട്ടിരിക്കുന്നതാണ് ആന്ന്. ഓക്കെ, അത് ഇടയിലാണെങ്കിൽ അത് സൈലന്റ് ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾസ് വരുന്നുണ്ട്. സോ റിലാക്സ്, ഇപ്പൊ അതിനെ കുറിച്ച് പറയേണ്ട. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഹംസത്തുൽ വസൽ തുടക്കത്തിൽ മാത്രം നമ്മൾ പ്രൊണൗൺസ് ചെയ്യും, വേറെ എവിടെ ഹംസത്തുൽ വസൽ വന്നാലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യില്ല. ഇനി ഹംസത്തുൽ ഖത്ത, കട്ടിങ് ഹംസ. ഈ ഹംസത്തുൽ ഖത്ത എന്ന് പറയുന്നത് ബേസിക്കലി എല്ലായിടത്തും നമ്മൾ പ്രൊണൗൺസ് ചെയ്യും. തുടക്കത്തിൽ വന്നാലും ഇടയിൽ വന്നാലും അവസാനം വന്നാലും ഹംസത്തുൽ ഖത്ത നമ്മൾ പ്രൊണൗൺസ് ചെയ്യും. അപ്പൊ ഇതിൽ ഈ ആദ്യത്തത് ഹംസത്തുൽ ഖത്തയാണ്. പക്ഷെ ഇവിടെ അൽ അബൂടെ ഈ ആ അലിഫ് അത് ഹംസത്തുൽ വസലാണ്. പക്ഷെ അല്ല് കഴിഞ്ഞിട്ട് ഒരു അബൂട ആ ഇല്ലേ, ഇത് ഹംസത്തുൽ ഖത്തയാണ്. അത് മനസ്സിലാക്കണം എങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ഹംസയുടെ ഒരു സൈൻ ഉണ്ടാവും. മനസ്സിലായ? അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഹംസത്തുൽ ഖത്ത അങ്ങനെയാണ്. അപ്പൊ ഹംസത്തുൽ ഖത്തയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇടയിൽ വന്നാലും ആദ്യം വന്നാലും അവസാനം വന്നാലും നമ്മൾ അത് പ്രൊണൗൺസ് ചെയ്യും. ഓൾറൈറ്റ്. ഹംസത്തുൽ വസല് ആദ്യം പ്രൊണൗൺസ് ചെയ്യുള്ളൂ, പിന്നെ എങ്ങും പ്രൊണൗൺസ് ചെയ്യില്ല. ഹംസത്തുൽ ഖത്ത എവിടെ വന്നാലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യും. ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ്. ക്ലിയർ ആണോ?
അൽ-അബൂല് രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഹുറൂഫു ഷംസിയും ഹുറൂഫുൽ ഖമറിയും പഠിച്ചു. ഇനി ഹുറൂഫു ഷംസിയുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്തത്. ദി നജ്മുൻ, അൻ-നജ്മു, റജുലുൻ, അർ-റജുലു, ദീകുൻ, അദ്-ദീകു, താലിബുൻ, അത്ത്-താലിബു. മനസ്സിലായി? നജ്മുൻ മൂൺ, റജുലുൻ മാൻ, ദീകുൻ റൂസ്റ്റർ, റൂസ്റ്റർ അല്ലെങ്കിൽ പൂവൻകോഴി, താലിബുൻ സ്റ്റുഡന്റ്. ഹംസത്തുൽ വസൽ ഇസ് ഇറ്റ് അൽ? ഹംസത്തുൽ വസൽ, ഹംസത്തു അൽ വസ്ലു, ഹംസത്തു അൽ വസ്ലി എന്നാണ് ശരിക്കും വരിക. എനിക്ക് ദിൽഷാന്റെ ചോദ്യം മനസ്സിലായില്ല കേട്ടോ. അൻ നജ്മു ബഈദുൻ, the star is far. അർ-റജുലു വാഖിഫുൻ, the man is standing. അസ്-സുക്കറു ഹുൽവുൻ, the sugar is sweet. അത്ത്-താലിബു മരീദുൻ, the student is sick. അദ്ദീകു ജമീലുൻ, the rooster, പൂവൻകോഴി, is beautiful. അദ്ദഫ്തറു ജദീദുൻ, ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് ആണ്. നോട്ട്ബുക്ക് is പുതിയത്, ജദീദുൻ. അത്താജിറു ഗനിയുൻ, the merchant is rich. അദ്ദുക്കാനു മഫ്തൂഹുൻ, the shop is open. അൽ വലദു ഫക്കീറുൻ, the boy is poor. അത്തുഫാഹു ലദീദുൻ, the apple is delicious. അത്തബീബു തവീലുൻ, വൽ മുദർരിസു ഖസീറുൻ. the doctor is tall. അത്തബീബു തവീലുൻ, the doctor is tall. And മുദർരിസു ഖസീറുൻ, the teacher is short. അപ്പൊ ഇതെല്ലാം മുബ്തദ ഖബർ ആണ് ട്ടോ. അദ്ദീഖു ജമീലുൻ മുബ്തദ ഖബർ, സുക്കുറു ഹുൽവുൻ മുബ്തദ ഖബർ, നജ്മു ബഈദുൻ മുബ്തദ ഖബർ. ഇതെല്ലാം മുബ്തദ ഖബർ ആണ് കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് ബിക്കോസ് നിങ്ങൾക്ക് അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇത് അൽ ബാബു, ഇത് 3 ലെറ്റേഴ്സും ഹുറൂഫ് ഷംസിയ ഖമറിയുടെ മിക്സഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് അൽ ബാബു ഹുറൂഫുൽ ഖമറിയ, അത്താജിറു ഷംസിയ, അൻ-നജ്മു ഷംസിയ, അൽ-ഖമറു ഖമറിയ, അദ്ദീഖു ഷംസിയ, അൽ-മാഉ ഖമറിയ, all that. സരീറു എന്ന് പറഞ്ഞാൽ കട്ടിലാണ്. അൽ-ബൈത്ത് വീട്, മസ്ജിദ് റജുൽ, സുക്കറു, അൽ-വറഖു പേപ്പർ. അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇതും അത് തന്നെയാണ്, അതിനുള്ള എക്സാമ്പിൾ തന്നെയാണ്. അൽ ബൈത്തു കണ്ട, അൽ ബൈത്തു, അദ്ദീഖു, അൽ മുദർരിസു, അൽ ബാബു, അത്താലിബു, അസ്സുക്കറു, അദ്ദഫ്തറു നോട്ട്ബുക്ക്. അൽ അഹു എന്ന് പറയുന്നത് ബ്രദർ ആണ്. അഹുൻ എന്ന് പറയുന്ന ബ്രദർ ആണ്. അർ റസൂലു, അൽ വജ്ഹു, വജ്ഹു എന്ന് പറഞ്ഞാൽ ഫേസ് ആണ്, നമ്മളുടെ മുഖം. സദീഖു എന്ന് പറയുന്നത് ഫ്രണ്ട്, സുഹൃത്ത്. അൽ ഖുർആനു, ഖുർആൻ. സലാത്ത്, അസ്സലാത്തു നമ്മളുടെ പ്രേയർ. കഅബ is കഅബ. അർ-റഅസു, see this is ഹംസത്തുൽ ഖത. കണ്ട, അത് നമ്മൾ ഇടയിൽ വന്നുകൊണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അർ-റഅസു, തല, ഹെഡ്. യെസ്, ഇസ്ബഉ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗേഴ്സ് ആണ്, കാലിന്റെയും കൈയുടെയും ഫിംഗേഴ്സ്. ഓക്കെ, അൽ ഇസ്ബഉ ഇതും ഹംസത്തുൽ ഖത്തയാണ്. കണ്ട, ഓക്കെ. ഈ അസ്സാബൂനു, ഇതെന്ത് സാബൂൻ, സോപ്പ്. ദുഫ്രു എന്ന് പറഞ്ഞാൽ നമ്മളുടെ നഖം, നെയിൽ. പിന്നെ ഫജർ, ദുഹർ, അസർ, മഗ്രിബ്, ഇഷ. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധമുള്ള ഷോർട്ട് കട്ടൊക്കെ ഞാൻ ഷോർട്ട് കട്ടിന്റെ ഉസ്താദാണ്. പക്ഷെ അത് പഠിക്കാൻ ഷോർട്ട് കട്ട് ഇല്ല. പക്ഷെ അത് എനിക്ക് ഷോർട്ട് കട്ട് ഒന്നും എനിക്കത് വായിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമുക്ക് അല്ലാണ്ട് വായിക്കാൻ പറ്റൂല. താജിറു നമ്മൾ അൽ താജിറു എന്നൊന്നും പറയൂല. എന്താന്നറിയില്ല, പണ്ട് പോലെ അങ്ങനെ വന്നോണ്ട് എനിക്ക് അതിൽ വലിയ കുസ്തി പിടിക്കേണ്ടി വന്നിട്ടില്ല. സോ ദർ ഇസ് ഖമറി ആൻഡ് ഷംസിയ ലെറ്റേഴ്സ്. യെസ്, അതാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഖൈറ, ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ എല്ലാവർക്കും? അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. 6 മിനിറ്റ് ഉണ്ട്. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം.
ഓക്കെ ഓക്കെ ആണല്ലോ, ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോയിക്കോട്ടെ. ഓൾറൈറ്റ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇപ്പൊ നൗൺ പഠിച്ചു, അതിന്റെ കൂടെ ഇനി നമ്മൾ ഒന്ന് രണ്ട് ഹർഫ് പഠിക്കുകയാണ്. ഹർഫ് ജാർ. ഓക്കെ, ഇത് അൽ ബൈത്തു. അൽ ബൈത്തു എന്ന് പറഞ്ഞാൽ ദ ഹൗസ്. ഇനി ഫി എന്ന് പറയുന്നതും അല എന്ന് പറയുന്നത്, ഇത് രണ്ടും പറയുന്നത് ഹർഫുൻ ജാറാണ്. അത് നോക്കട്ടെ, ഹാൻഡ് ഔട്ടിൽ ഉണ്ടോ നോക്കട്ടെ. ഹാൻഡ് ഔട്ടില് നിങ്ങൾക്ക് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. ഹർഫ്ജാർ എന്ന് പറയുന്നത് ബേസിക്കലി ഹർഫ്ജാർ ഇപ്പൊ കുറെ ഉണ്ട്, 17 ടൈപ്പിലുള്ള ഹർഫ്ജാർ ഉണ്ട്. ഹർഫ്ജാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുറൂഫുൽ ജാർ എന്നാണ് ബേസിക്കലി പറയുന്നത്. അതിന് 17 മിനിമം, പക്ഷെ അതിനപ്പുറത്തേക്കും കുറെ ഉണ്ട്. 17 നമ്മൾ സാധാരണ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ജോലി എന്താ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഫീല്, ഇസം, ഹർഫ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഖുറാനിലുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇസത്തിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോ മർഫു, മജ്റൂർ, മൻസൂബ് എല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇപ്പൊ ഹർഫിന്റെ ഒന്ന് രണ്ടെണ്ണമാണ് പഠിക്കുന്നത്. അപ്പൊ ഹർഫ് ജാർ എന്നാണ് ഇതിന് പറയുന്നത്. ഫീ എന്ന് പറയുന്നതും അല എന്ന് പറയുന്നതും ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഫീ എന്ന് പറഞ്ഞാൽ ഇന്നാണ് അർത്ഥം, അല എന്ന് പറഞ്ഞാൽ ഓൺ എന്നാണ് അർത്ഥം. അപ്പൊ ഓണും ഫീ എന്നൊക്കെ പറഞ്ഞാൽ ദർ ഇസ് നോ മീനിങ്. അതിന്റെ കൂടെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു നൗണോ ഫീലോ ഒക്കെ ആഡ് ചെയ്താലാണ് അതിന് സെന്റൻസിന് ഒരു മീനിങ് വരുള്ളൂ. ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, എപ്പോഴും താങ്ങ് വേണം ഹർഫ്ജാറിന്. ഓൾറൈറ്റ്. അപ്പൊ 17, 20 ഉണ്ട്, 20 അങ്ങനെയൊക്കെ അഡ്വാൻസ്ഡ് ഒക്കെ ആകുമ്പോൾ 20 മതി, ഫുള്ളൊക്കെ ആയിട്ട് വരും. മിനിമം ബേസിക് ലെവലിലൊക്കെ നമ്മൾ പഠിക്കുന്നത് 17 പഠിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ 2 നമ്മൾ പഠിക്കുന്നുണ്ട്. ഫീ എന്ന് പറഞ്ഞാൽ ഇന്നും, അല എന്ന് പറഞ്ഞാൽ ഓണും. അപ്പൊ അൽ ബൈത്തു എന്ന് പറയുന്നത് ഫിൽ ബൈത്തി, ഈ ഫീ അതിന്റെ മുമ്പിൽ വന്നു. ആ അൽ ബൈത്തൂടെ മുമ്പിൽ ഒരു ഫീ ഇട്ട് കഴിഞ്ഞപ്പോ എന്ത് പറ്റി, ആ ദമ്മ കസറയായി. അണ്ടർസ്റ്റുഡ്? ഇത് ദമ്മ കസറയായി. അപ്പൊ ഈ ഹർഫ്ജാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹർഫ്ജാർ കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് മസ്റ്റ് ആയിട്ട് വരുന്നത്. ഹർഫ്ജാർ കഴിഞ്ഞ ഒരു നൗൺ വരും, മസ്റ്റ് ആണ്, റൂളാണ്. ഹർഫ്ജാർ കഴിഞ്ഞ ഒരു നൗൺ വരും, ആ നൗൺ എപ്പോഴും കസറയായിരിക്കും. ഇത് റൂളാണ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു കസറ അല്ലെങ്കിൽ ഡബിൾ കസറ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് എന്താ, മജ്റൂർ എന്നാണ് പറയുന്നത്, ഇല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് അൽ ബൈത്തി മജ്റൂർ എന്നാണ് പറയുന്നത്. ഈ നൗൺ മജ്റൂർ ആണ്. ബിക്കോസ് എന്തുകൊണ്ട് ഇത് മജ്റൂറായി? ബിക്കോസ് ഇവിടെ ഫീ വന്നു, ഹർഫ്ജാർ അതിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇത് മജ്റൂറായി. അപ്പൊ അൽ ബൈത്തൂടെ മുമ്പിൽ ഫീ ഇട്ടു, ഹർജാർ ഇട്ട് കഴിഞ്ഞപ്പോ ഫിൽ ബൈത്തി എന്നായി. അതേപോലെ അൽ മസ്ജിദു, അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഫീ ഇട്ടു, അപ്പൊ ഫിൽ മസ്ജിദീനായി. അൽ മക്തബു, ടേബിൾ, അലൽ മക്തബി, ഓൺ ദ ടേബിൾ, അപ്പോ മക്തബിയായി, മക്തബു. സരീറു, കട്ടിൽ, അലസരീറു, ഓൺ ദ കട്ടിൽ, അപ്പൊ അരസരീറിയായി, സരീറു മാറി സരീറിയായി. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഹർഫ്ജാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊപ്പോസിഷൻ, ആൻഡ് വെൻ ഇറ്റ് കംസ് ഇറ്റ് വിൽ കം, അത് കഴിഞ്ഞ ശേഷം ഒരു നൗൺ ഉണ്ടാവും, ആ നൗൺ എപ്പോഴും കസറയാകും. അപ്പൊ ഹർഫ്ജാറിന്റെ എഫക്റ്റ് ആണ്. ഹർഫ്ജാർ ആ നൗണിനെ ഷേപ്പ് മാറ്റുകയാണ്. ഹർഫ്ജാർ അതിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ ആ നൗണിന്റെ ഒറിജിനൽ ഷേപ്പ് മാറി, അത് കസറയിലേക്ക്, ഒറിജിനൽ ഷേപ്പായ ദമ്മ മാറി അതിനെ കസറയിലേക്ക് കൊണ്ടുവരും. അതാണ് ഹർഫ്ജാറിന്റെ ജോലി. ക്ലിയർ ആണോ? ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി 1 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹർജാറിൽ ഫിൽ ബൈത്തി, ഹർജാർ കഴിഞ്ഞ് വരുന്ന നൗൺ എപ്പോഴും കസറയായിരിക്കും. ദാറ്റ് ഈസ് എ കണ്ടീഷൻ. ദാറ്റ്സ് ഓൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഇനി ആ പടം 1.5 മിനിറ്റ് കഷ്ടിയുള്ളൂ. അപ്പൊ ഇതുവരെ ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇനി അടുത്ത നാളെ കുറെ പുതിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കണ്ടീഷൻസ് ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആയിട്ട് ഇതുവരെ പഠിച്ചതും വൊക്കാബുലറി എല്ലാം ക്ലിയർ ആക്കിക്കോ.
എന്നിട്ട് ബാക്കി ഇനി പുതിയ സാധനങ്ങൾ നാളെ വരികയാണ്, കാണാതെ പഠിക്കാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബി പ്രിപ്പയർഡ്. സി യു എൻജോയ് ഇറ്റ് വെൻ യു ആർ സ്റ്റഡിങ് ഇറ്റ്. എൻജോയ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് മുമ്പോട്ട് പോകാൻ ഭയങ്കര പാടാണ്. നമുക്കിത് വലിയ ഭാരമാണ്. ബാലികേറ മലയാണെങ്കിൽ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കും. എൻജോയ് ഇറ്റ്. പുതിയ പുതിയ സാധനങ്ങൾ വരും. ഓക്കെ ഫൈൻ, വരട്ടെ, നമ്മളത് പഠിക്കും. ലോകത്ത് എന്തോരം പേര് അറബി പഠിക്കണം, പിന്നെ എനിക്ക് പറ്റൂലേ? എനിക്ക് ആവശ്യത്തിനുള്ള ബുദ്ധി പഠിച്ചാൽ തന്നിട്ടില്ലേ? ഇല്ലേ? അപ്പൊ പഠിക്കാൻ പറ്റും. അത് ചെയ്തു തരാം. റസീന ഹർജാറിനെ ഞാൻ എഴുതി തരാം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോവാത്താണ്. റസീന ഹർജാർ ഞാൻ എഴുതി തരാം കേട്ടോ. ഡോ വറി, അറബിക് ടേംസ് ഞാൻ എഴുതി തരാം. ഡോ വറി, ഗ്രൂപ്പിൽ ഇടാം. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വ നതൂബു ഇലൈക്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലം.